ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെങ്ങന്നൂർ ബഥേൽ അരമനയുടെ മുന്നിലൂടെയുള്ള ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിന് ഭാഗ്യസ്മരണാർഹനായ തോമസ് മാർ അത്താനാസ്യൂസ് തിരുമേനിയുടെ ഓർമ്മയും ആദരവും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി തോമസ് മാർ അത്താനാസ്യൂസ് റോഡെന്ന് നാമകരണം ചെയ്യുവാൻ ചെങ്ങന്നൂർ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു. മലങ്കര സഭയുടെ അപേക്ഷ പ്രകാരം സഭയുടെയും പ്രത്യേകിച്ച് ചെങ്ങന്നൂർ പ്രദേശത്തിൻ്റെയും സ്പന്ദനമായിരുന്ന അഭിവന്യ തോമസ് മാർ അത്താനാസ്യൂസ് തിരുമേനിക്ക് നൽകിയ ആദരവിന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനിയുടെ 4ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ ഈ വർഷം നൽകുന്ന സാന്ത്വന സ്പർശം അവാർഡിന് എൻട്രികൾ ക്ഷണിക്കുന്നു. ജാതിമത ഭേദമന്യേ സാമൂഹിക ജീവകാരുണ്യ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വിദ്യാർത്ഥിയെയോ വിദ്യാർത്ഥി സമൂഹത്തെയോ വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരെയോ ആയിരിക്കും അവാർഡിന് പരിഗണിക്കുന്നത്. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതായിരിക്കും അവാർഡ്. ഈ വർഷത്തെ അവാർഡിന് അർഹതയുള്ളവരുടെ എൻട്രികൾ വിശദവിവരങ്ങൾ സഹിതം, അതായത് വീഡിയോ, മാധ്യമ റിപ്പോർട്ട്, കിട്ടിയ അംഗീകാരങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി വ്യക്തികൾക്കോ സംഘടനകൾ മുഖേനയോ 2025 ജൂൺ 30 മുൻപ് ലഭിക്കത്തക്ക രീതിയിൽ KOPA-global@gmail.com എന്ന ഇമെയിലിൽ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് +91 999 55 33481 +91 95 679 84088 +971 502195 +971 50983 9856 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പരുമല സെൻറ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷങ്ങൾ നടത്തി. മെയ് 10 പരുമല നഴ്സിംഗ് കോളേജിൽ വെച്ച് കൂടിയ യോഗം നിരണം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. പരുമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ചാപ്ലിൻ ഫാദർ ജിജു വർഗീസ്, നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീമതി മിനി, പരുമല നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ KA ടെസ്സി, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജാസ്മിൻ, ശ്രീമതി ലീന, ശ്രീ ജിജു സാം എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. പ്രസ്തുത ചടങ്ങിൽ ദീർഘകാലം പരുമല ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ച നഴ്സുമാരെ അനുമോദിക്കുകയും മികച്ച നഴ്സിംഗ് വിഭാഗങ്ങൾക്കുള്ള എവർ റോളിംഗ് ട്രോഫി നൽകുകയും ചെയ്തു. തുടർന്ന് നഴ്സുമാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അമ്മമാർ പകരം വയ്ക്കാനൊക്കാത്ത നന്മ ഫാദർ കോശി മാത്യു. ഓരോ അമ്മമാരും പകരം വയ്ക്കാനൊക്കാത്ത നന്മയാണെന്ന് വികാരി ഫാദർ കോശി മാത്യു പറഞ്ഞു. സഹസ്രോത്തര ദ്വിശതാബ്ദി ശോഭയുള്ള കായംകുളം കാതീശ കത്തീഡ്രൽ വിദ്യാർത്ഥി പ്രസ്ഥാനം മദേഴ്സ് ഡേയിൽ ക്രമീകരിച്ച അമ്മമാർക്ക് ഒരാദരത്തിൽ സംസാരിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട കോശി മാത്യു അച്ഛൻ. പ്രതിഫലേച്ഛയില്ലാതെ കുടുംബത്തിനു വേണ്ടി ഇടതടവില്ലാതെ ഓടി നടന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുന്ന അമ്മമാർക്ക് നൽകുന്ന ആദരവ് അനിവാര്യമെന്ന് അച്ഛൻ പറഞ്ഞു. ഞായറാഴ്ച പള്ളിയാരാധനയിൽ സംബന്ധിച്ച മുതിർന്ന അമ്മയായ കല്ലേലിൽ ബാലികാമ്മ ടീച്ചറിനെയും പ്രായം കുറഞ്ഞ അമ്മയായ ഇമ്മാനുവേലിൽ അനീറ്റ സിബിയെയും ആദരിച്ചു. സഹവികാരി ഫാദർ ബിനു ഈശോ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥി പ്രസ്ഥാനം ഭാരവാഹികൾ നേതൃത്വം നൽകി. പിരളശ്ശേരി സിംഹാസനപ്പള്ളി മർത്തമറിയം വനിതാ സമാജം പുറത്തിറക്കുന്ന സൂഗീസോ എന്ന പാട്ടുപുസ്തകം ഇടുക്കി ഭദ്രാസനാധിപൻ അഭിവന്യ സക്കറിയ മാർ സേവേറിയോസ് മെത്രാപ്പൊലീത്ത, ചെങ്ങന്നൂർ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട PK കോശിയച്ചന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. സമാധാനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കേണ്ടത് മലങ്കര സഭയുടെ കടമ. ലോകമെമ്പാടുമുള്ള മലങ്കര സഭയുടെ ദേവാലയങ്ങളിൽ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥന നടത്തി. ഭാരതത്തിനും സൈനികർക്കും അതിർത്തിയിലെ ജനസമൂഹത്തിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടന്നു. രാജ്യം യുദ്ധഭീഷണി നേരിടുകയാണെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. നിർദോഷികളായ നിരവധി ഗ്രാമവാസികൾ കൊല്ലപ്പെടുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് യുദ്ധം പരിഹാരമല്ലെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി ഓർമ്മിപ്പിച്ചു. പരസ്പര ധാരണയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം. യുദ്ധങ്ങൾ മാനവരാശിക്ക് ഭീഷണിയെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ പറഞ്ഞു.
രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ മനുഷ്യകുലം നശിക്കുവാനിടയാകരുത്. സമാധാനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കേണ്ടത് മലങ്കര സഭയുടെ കടമയെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഉദ്ബോധിപ്പിച്ചു. കോട്ടയം പബ്ലിക് ലൈബ്രറി സംഘടിപ്പിച്ച സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി സമ്മേളനം സെമിനാർ മലങ്കര സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ ചരിത്രം അടയാളപ്പെടുത്തുന്ന പുസ്തകം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പ്രകാശനം ചെയ്തു. പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ ചുമതല ഏറ്റെടുക്കുന്നതിനോടനുബന്ധിച്ചുള്ള ആദ്യ എക്യുമെനിക്കൽ മീറ്റിംഗ് മെയ് 18 ഞായറാഴ്ച വത്തിക്കാനിൽ നടത്തപ്പെടും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധികളായി സഭാ എക്യുമെനിക്കൽ വകുപ്പ് മേധാവികളായ അഭിവന്യ ഡോക്ടർ സക്കറിയ മാർ നിക്കോളാവാസ്, അഭിവന്യ എബ്രഹാം മാർ സ്തേഫാനോസ് എന്നീ മെത്രാപ്പോലീത്ത തിരുമേനിമാർ പങ്കെടുക്കുന്നു. അന്നേ ദിവസം റോമിലെ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചാപ്പലിൽ വിശുദ്ധ കുർബാനയ്ക്ക് അഭിവന്യ പിതാക്കന്മാർ കാർമ്മികത്വം വഹിക്കുന്നതാണ്. സ്ട്രോക്ക് രോഗികളിൽ രക്തക്കട്ട നീക്കം ചെയ്യുന്ന ത്രോംബെക്ടമി ചികിത്സാരീതിയുടെ അവബോധവുമായി പരുമല ആശുപത്രി. പക്ഷാഘാതം ബാധിച്ചവരുടെ ജീവൻ രക്ഷിക്കുന്നതിലും അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിലും ത്രോംബെക്ടമിയുടെ നിർണായക പങ്കിനെ പറ്റിയുള്ള അവബോധം ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ലോക ത്രോംബെക്ടമി ദിനാചരണം മെയ് 15 ഉച്ചയ്ക്ക് 3 മണിക്ക് പരുമല ആശുപത്രിയിൽ വെച്ച് നടത്തപ്പെട്ടു. നിരണം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം പാലക്കാട് നിയോജകമണ്ഡലം MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിച്ചു. മലങ്കര സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ സന്ദേശം നൽകി. പക്ഷാഘാത രോഗികൾക്ക് സമയബന്ധിതമായ ചികിത്സ ഉറപ്പാക്കുന്നതിലും തലച്ചോറിലെ രക്തം കട്ടപിടിക്കുന്നത് നീക്കം ചെയ്യുന്ന അത്യാധുനിക ചികിത്സാരീതിയായ ത്രോംബെക്ടമി നിർണായക സമയത്തിനുള്ളിൽ ഈ ചികിത്സ നടത്തിയാൽ വൈകല്യം ഗണ്യമായി കുറയ്ക്കാനോ പൂർണ്ണമായ രോഗമുക്തി നേടുവാനോ ഉള്ള സാധ്യത വർദ്ധിപ്പിക്കും. അത്യാധുനിക സൗകര്യമുള്ള ഇൻ്റർവെൻഷണൽ ന്യൂറോളജി, ഇൻ്റർവെൻഷണൽ റേഡിയോളജി, ന്യൂറോ മെഡിസിൻ, ന്യൂറോ സർജറി എന്നീ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് പരുമല കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് സെന്റർ. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള ആധുനിക മെക്കാനിക്കൽ ത്രോംബെക്ടമി ചികിത്സ മധ്യ തിരുവിതാംകൂറിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ പൂർത്തിയാക്കിയ ആശുപത്രി എന്ന ഖ്യാതി കൈവരിച്ചിരിക്കുകയാണ് പരുമല. ലഹരിയുടെ ഉപയോഗം ഘട്ടം ഘട്ടമായുള്ള ആത്മഹത്യയ്ക്ക് തുല്യം. പരിശുദ്ധ കാതോലിക്ക ബാവ. സമൂഹത്തിൽ ഇന്നുണ്ടാകുന്ന എല്ലാ തിന്മകൾക്കും കാരണം ലഹരിയുടെ ഉപയോഗമാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. സഭയുടെ ലഹരി വിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പരുമല സെമിനാരിയിൽ മെയ് 15, 16, 17 തീയതികളിൽ നടക്കുന്ന ലഹരിക്കെതിരെ കൂട്ടുകൂടാം ടീനേജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ കാതോലിക്ക ബാവ. മാനവരാശിയുടെ ചിന്താശക്തിയെയും ബുദ്ധിയെയും ഇല്ലാതാക്കി മാഫിയകൾ സമ്പത്ത് കൈയാളുകയാണ്. ലഹരി ഒറ്റത്തവണ ഉപയോഗിക്കുമ്പോൾ പോലും ഉപയോഗിക്കുന്ന ആൾ ആത്മഹത്യ ചെയ്യുകയാണ്. ഈശ്വരൻ നൽകിയ ശരീരത്തെ വെറുതെ നശിപ്പിക്കരുത്. കഴിവുകളെ മനുഷ്യനന്മയ്ക്കായി ഉപയോഗിക്കാൻ സാധിക്കണം. കുട്ടികളാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും ഭാവി സമ്പത്തെന്നും പരിശുദ്ധ ബാവ കൂട്ടിച്ചേർത്തു. മദ്യലഹരി വിരുദ്ധ സമിതി അധ്യക്ഷൻ അഭിവന്യ യൂഹാനോൻ മാർ പോളികാർപ്പോസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ചു. GST കമ്മീഷണർ ഡോക്ടർ ടിജു തോമസ് IRS മുഖ്യപ്രഭാഷണം നടത്തി. വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് ഒറേസമയിൽ, പരുമല സെമിനാരി മാനേജർ ഫാദർ എൽദോ ഏലിയാസ്, അലക്സ് മണപ്പുറത്ത്, ഡോക്ടർ റോബിൻ B. മാത്യു, ഡോക്ടർ കുര്യാക്കോസ് തണ്ണിക്കോട്ട്, ഫാദർ എബി കുര്യൻ, ഫാദർ സുബിൻ വർഗീസ്, ഫാദർ പോൾ ദാനിയേൽ, O. അച്ഛൻകുഞ്ഞ്, പ്രിൻസ് P. എന്നിവർ പ്രസംഗിച്ചു. മലങ്കര സഭയുടെ അടിയന്തര സുന്നഹദോസ് മെയ് 23. അഭിവന്യ സക്കറിയ മാർ അപ്രേമിൻ്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശം ചർച്ച ചെയ്ത് അച്ചടക്ക നടപടി സ്വീകരിക്കുവാൻ മലങ്കര സഭയുടെ അടിയന്തര സിനഡ് 2025 മെയ് 23 ദേവലോകത്ത് ചേരും. 48 മണിക്കൂറിനുള്ളിൽ വിഷയത്തിൻ്റെ വിശദീകരണം നൽകാൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി കൽപ്പന നൽകി. കോട്ടയം വൈദിക സെമിനാരിയിലെ 1982-86 കൊയിനോണിയ ബാച്ച് അഭിവന്യ നിക്കോദിമോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ കോറപ്പിസ്കോപ്പ അച്ഛന്മാരും വൈദിക ശ്രേഷ്ഠരും ബെസ്ക്യോമാരും അടങ്ങുന്ന സംഘം അഭയഭവൻ സന്ദർശിച്ച് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി.
CBSE പരീക്ഷയിൽ ദേശീയതലത്തിൽ ചരിത്രനേട്ടം കൊയ്ത് ദേവലോകം മാർ ബെസേലിയോസ് പബ്ലിക് സ്കൂൾ. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ചരിത്രനേട്ടവുമായി ദേവലോകം മാർ ബെസേലിയോസ് പബ്ലിക് സ്കൂൾ. മാർ ബെസേലിയോസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായ മേരി മാത്യു 500-ൽ 497 മാർക്ക് നേടി ദേശീയതലത്തിൽ 3ാം സ്ഥാനം സ്വന്തമാക്കി. സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയായ കാവ്യ കെ ബിജോയ്ക്കാണ് ദേശീയതലത്തിൽ 4ാം സ്ഥാനം. 500-ൽ 496 മാർക്ക് നേടിയാണ് നേട്ടം കൈവരിച്ചത്. ദേവലോകം മാർ ബെസേലിയോസ് പബ്ലിക് സ്കൂളിൽ CBSE 12ാം ക്ലാസ് ബോർഡ് പരീക്ഷ എഴുതിയ 61 വിദ്യാർത്ഥികളിൽ 30 പേർ 90%-ലധികം മാർക്ക് കരസ്ഥമാക്കി. അതിൽ 12 പേർ എല്ലാ വിഷയങ്ങൾക്കും A1 നേടി. 48 പേർക്ക് ഡിസ്റ്റിങ്ഷനും 12 പേർക്ക് ഫസ്റ്റ് ക്ലാസും ലഭിച്ചു. CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷ എഴുതിയ 63 വിദ്യാർത്ഥികളിൽ 31 പേർ 90%-ലധികം മാർക്ക് കരസ്ഥമാക്കി. അതിൽ 9 പേർ എല്ലാ വിഷയങ്ങൾക്കും A1 നേടി. 53 പേർക്ക് ഡിസ്റ്റിങ്ഷനും 8 പേർക്ക് ഫസ്റ്റ് ക്ലാസും ലഭിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA ഇംഗ്ലീഷിന് 1ാം റാങ്ക് ലഭിച്ച കുമാരി സാറ സജു ഉമ്മന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.